ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴത്തോരി മുൻപിടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാവാന്ന് വെച്ചാൽ ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ ജാമ്യം കിട്ടി തിരിച്ചെത്തുന്ന രോഹിത് ഇവിടുന്ന് പോയതിനേക്കാളും മോശമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലായിരിക്കും തിരിച്ചെത്തുക കേട്ടോ. അവൻ എല്ലാവരോടും ഒരു വെറുപ്പും ദേഷ്യവും ഒക്കെ ആയിരിക്കും കേട്ടോ. ഒരാളോടും ഒരു നല്ല രീതിയിലുള്ള ഒരു പെരുമാറ്റം ഒന്നും രോഹിത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല കേട്ടോ. അതെല്ലാരെയും വിഷമിപ്പിക്കുന്നുണ്ട്, അമ്പരപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും ദിവസം ജയിലിൽ കടന്നതിന്റെ ആയിരിക്കാം, അല്ലെങ്കിൽ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടക്കേണ്ടി വന്നു. നാട്ടുകാരുടെ മുന്നിലും വീട്ടുകാരുടെ മുന്നിലൊക്കെ അപമാനിക്കപ്പെട്ടു. തന്റെ ക്യാരക്ടർ തന്നെ നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ ആലോചിച്ചിട്ടായിരിക്കാം രോഹിതിന്റെ മാനസികാവസ്ഥ ഇങ്ങനെയെന്ന് എല്ലാവരും കരുതുന്നുണ്ട്. അങ്ങനെ അവനെ വല്ലാതെ ശല്യപ്പെടുത്താനൊന്നും ആരും പോകുന്നില്ല കേട്ടോ. ഭക്ഷണമൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് അലീന പോയി വരുന്നുണ്ടെങ്കിലും അലീനോടും വളരെ മോശമായിട്ടായിരിക്കും പെരുമാറുക കേട്ടോ. ആരും തന്നെ തന്റെ മുറിയിലേക്ക് രോഹിത് കടത്തിവിടുന്നില്ല. എല്ലാവരോടും ദേഷ്യവും വെറുപ്പുമായിട്ട് അവൻ തന്നെ അവന്റെ ജീവിതം നശിപ്പിക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് കേട്ടോ. കാരണം ഇനി ഈ സമൂഹത്തെ ഫേസ് ചെയ്യാൻ രോഹിത്തിന് മടിയായിരുന്നു. പീഡന വീരൻ അല്ലെങ്കിൽ ബലാത്സംഗ കേസിലെ പ്രതിയായിട്ട് 30 ദിവസം ജയിലിൽ കടന്ന താൻ ഇനി എങ്ങനെ കോളേജിലേക്ക് പോകും, പഠിക്കും, എങ്ങനെ പുറത്തിറങ്ങും, ഈ വീട്ടിൽ നിന്ന് വേറൊരാളുടെ മുന്നിലേക്ക് എങ്ങനെ ഇറങ്ങി ചെല്ലും? അത് തന്നെ വലിയൊരു കഷ്ടപ്പാടായിരുന്നു രോഹിത്തിന്. കാരണം ആരെയും ഫേസ് ചെയ്യാൻ രോഹിത് തയ്യാറായിരുന്നില്ല. തന്റെ ജീവിതം കഴിഞ്ഞു, തന്റെ ഭാവി നശിച്ചു എന്ന് തന്നെ രോഹിത് ഉറപ്പിച്ചിരുന്നു കേട്ടോ. പക്ഷെ അങ്ങനെ രോഹിത്തിനെ വിട്ടുകൊടുക്കാൻ ബാലചന്ദ്രൻ തയ്യാറാവാത്തത് കൊണ്ടാണ് ബാലചന്ദ്രൻ ഇത്രയും കഷ്ടപ്പെട്ട് രോഹിത്തിനെ പുറത്തിറക്കിയത്. അങ്ങനെ തന്റെ മകന്റെ ഭാവി തുളച്ചു കളയാൻ ബാലചന്ദ്രൻ ഒരുക്കല്ലായിരുന്നു കേട്ടോ. പക്ഷെ ആരോട് സംസാരിക്കാനോ ആരോടും കൂട്ടുകൂടാനോ രോഹിത് തയ്യാറാവാത്തത് കൊണ്ട് തന്നെ രോഹിത് ആ മുറിയിൽ അടച്ചു പൂട്ടിയ ആ മുറിയിൽ ഒറ്റയ്ക്ക് തന്റെ ദിവസങ്ങൾ കഴിച്ചു കൂട്ടുകയാണ് കേട്ടോ. അത് ബാലചന്ദ്രനെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട്. എന്നാലും തന്റെ മകന്റെ മാനസികാവസ്ഥ കണക്കിലാക്കി അവൻ പതിയെ നോർമൽ ആവും എന്ന് വിചാരിച്ച് ഇവര് കുറച്ചു ദിവസം ഇങ്ങനെ കാക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടും രോഹിത് പഴയ രീതിയിലേക്ക് മടങ്ങി വരില്ല എന്ന് മനസ്സിലാക്കുന്ന ബാലചന്ദ്രൻ അവന്റെ ഒരു സൈക്കാട്രിസ്റ്റിനെയോ ഒക്കെ കാണിക്കാം എന്നൊക്കെ തീരുമാനത്തിലേക്ക് എത്തുന്നുണ്ട്. അലീനയുമായി ആലോചിച്ച് അങ്ങനെ ഒരു തീരുമാനത്തിലേക്കൊക്കെ ബാലചന്ദ്രൻ എത്തുന്നുണ്ട്. അതിനിടയ്ക്കാണ് ഭക്ഷണമായിട്ട് പോകുന്ന ഒരു ദിവസം ഭക്ഷണമായിട്ട് രോഹിത്തിന്റെ മുറിയിലേക്ക് കടന്നു ചെയ്യുന്ന അലീന കാണുന്നത് ചോരയിൽ കുളിച്ചെടുക്കുന്ന രോഹിത്തിനെ ആയിരിക്കും കേട്ടോ. കാരണം തന്റെ ജീവിതം അവസാനിപ്പിക്കാൻ രോഹിത് തീരുമാനിച്ചിരുന്നു. അത്രയും നാണം കെട്ട് ഇനി ജീവിക്കാൻ രോഹിത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ആത്മഹത്യ എന്നൊരു പോംവഴി മാത്രമായിരുന്നു രോഹിത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ രോഹിത് അതിനെ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് ആത്മഹത്യക്ക് ശ്രമിച്ച രോഹിത്തിനെ ആയിരിക്കും അലീന കാണുക കേട്ടോ. അലീന തന്റെ അനുജനെ അങ്ങനെ കാണുമ്പോൾ അലീനയ്ക്ക് ഒട്ടും സഹിക്കുന്നില്ല. ആകെ ഒരു വെപ്രാളവും ഒക്കെ ആയിരുന്നു കേട്ടോ. എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ ഷോക്കായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു കേട്ടോ. പെട്ടെന്ന് ഭക്ഷണമൊക്കെ താഴെ വെച്ച് അലീന ഓടി ചെന്ന് ബാലചന്ദ്രനെ വിവരം അറിയിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക്. അപ്പൊ അവിടെ കൃഷ്ണമോളും അഭിതയൊക്കെ ഉണ്ട് കേട്ടോ. ആംബുലൻസ് വിളിച്ചു വരുത്തി എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ രോഹിത്തിനെ ഇവരുടെ 3 പേരുടെ സഹായത്തോടെ ഹോസ്പിറ്റലിലേക്ക് അലീന കൊണ്ടുപോകുന്നുണ്ട്. വൈജയന്തി അഡ്മിറ്റ് ആവുന്ന അതേ ഹോസ്പിറ്റലിൽ തന്നെ ആയിരിക്കും രോഹിത്തിനെയും കൊണ്ടുപോകുന്നത് കേട്ടോ. അങ്ങനെ രോഹിത്തിനെ കൊണ്ടുപോകുന്നുണ്ട്. രോഹിത്തിന് ഒരുപാട് ബ്ലഡ് ആവശ്യം വരുന്നുണ്ട്. രോഹിത്തിന്റെയും അലീനയുടെയും ബ്ലഡ് ഗ്രൂപ്പ് ഒന്നാണെന്ന് മനസ്സിലാക്കുന്ന സന്ദർഭത്തിൽ രോഹിത്തിന് രക്തം നൽകാൻ അലീന തയ്യാറാവുന്നുണ്ട്. അത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിലായിരിക്കും രോഹിത് ഉണ്ടായിരിക്കുക. രോഹിത് മനഃപൂർവ്വം ചെയ്തതായതുകൊണ്ട് തന്നെ അതെല്ലാരും വിഷമിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അത്രത്തോളം മനസ്സിന് രോഹിത്തിന് വിഷമം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് തങ്ങളോടൊക്കെ ഇങ്ങനെ പെരുമാറിയിരുന്നത് എന്നൊക്കെ എല്ലാരും തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ രോഹിത് തന്റെ ക്രിട്ടിക്കൽ സ്റ്റേജ് ഒക്കെ തരണം ചെയ്ത് ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നുണ്ട്. അപ്പോഴും രോഹിത്തിന്റെ മനസ്സിൽ എന്തിനായിരുന്നു എന്നെ രക്ഷിച്ചത്, എനിക്ക് ഇനി ഈ ഭൂമിയിൽ ജീവിക്കണ്ട എന്നൊരു മനോഭാവമായിരുന്നു കേട്ടോ. അങ്ങനെയുള്ള തന്റെ മകനോട് ആ സത്യം ബാലചന്ദ്രൻ തുറന്നു പറയുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് അലീന, നീയൊക്കെ വിചാരിക്കുന്ന പോലെ, നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ എന്റെ മകളല്ല. നിങ്ങളുടെ അമ്മയ്ക്ക് ജനിച്ച അവിഹിത സന്തതിയാണ്. അതൊരിക്കലും ഞാൻ വൈജയന്തിയോട് പറഞ്ഞിട്ടില്ല. വൈജയന്തിക്ക് അങ്ങനെ ഒരു പാസ്റ്റ് ഉള്ള കാര്യം നിങ്ങൾ ആരും മനസ്സിലാക്കരുത് എന്നൊരു കാര്യം എനിക്കുണ്ടായിരുന്നു. പക്ഷെ നീ ഇങ്ങനെയൊക്കെ ചെയ്യാണ്. അലീനയോട് വെറുപ്പ് കാണിക്കുന്നുണ്ട്. അവള് നിന്നെ പുറത്തിറക്കാൻ ചെയ്തതൊക്കെ നീ മറക്കുന്നുണ്ട്. നീ ഒരു തെറ്റ് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ നീ അത് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കിയ നിമിഷം നിന്റെ കൂടെ ഞങ്ങളൊക്കെ ഉണ്ട്. ഇനി നിന്റെ കൂടെ എന്നും ഞാൻ ഉണ്ടായിരിക്കും. നിനക്കൊരു
കുഴപ്പം വരില്ല എന്നുള്ള ഉറപ്പൊക്കെ ബാലചന്ദ്രന് കൊടുക്കുമ്പോഴും തന്റെ സഹോദരിയാണ് അലീന എന്ന തിരിച്ചറിവിലേക്ക് രോഹിത് എത്തുമ്പോൾ അത് രോഹിത്തിനെ വീണ്ടും തളർത്തുകയാണ് ചെയ്യുന്നത് കേട്ടോ. കാരണം തന്റെ സ്വന്തം സഹോദരിയോട് ചെയ്യാൻ പാടില്ലാത്ത രീതിയിൽ മോശമായിട്ടുള്ള രീതിയിലൊക്കെ താൻ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് ആലോചിക്കുമ്പോൾ രോഹിത്തിന് അത് സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല കേട്ടോ. എന്നാലും രോഹിത് അതൊക്കെ ഓവർകം ചെയ്യുന്നുണ്ട്. അങ്ങനെ അലീനയോട് നല്ലൊരു ബന്ധം രോഹിത് വെച്ച് പുലർത്തുന്നുണ്ട് കേട്ടോ. തന്റെ സഹോദരി, തന്റെ സ്വന്തം ചേച്ചി തനിക്ക് വേണ്ടി രക്തം നൽകി തന്നെ ഏറ്റവും വലിയൊരു കേസിൽ നിന്ന് രക്ഷിക്കാനുള്ള കാരണക്കാരിയായി തനിക്ക് വേണ്ടി നല്ലത് മാത്രം ചെയ്തിട്ടുണ്ടായിരുന്ന അലീനയെ ഇനി ഒരിക്കലും വിഷമിപ്പിക്കാനോ ദ്രോഹിക്കാനോ ഒന്ന് രോഹിത് തയ്യാറാവില്ല എന്ന് രോഹിത് മനസ്സുകൊണ്ട് ഉറപ്പിച്ചിരുന്നു കേട്ടോ. ഇനിയുള്ള കാലം എങ്ങനെയൊക്കെ തന്റെ ചേച്ചിയെ സ്നേഹിക്കാൻ പറ്റും, സംരക്ഷിക്കാൻ പറ്റും, അതൊക്കെ താൻ ചെയ്യുമെന്ന് രോഹിത് ആ ഹോസ്പിറ്റലിൽ നിന്ന് തീരുമാനിക്കുകയാണ് കേട്ടോ. അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന രോഹിത് അത്രയും സന്തോഷത്തോടെ, അല്ലെങ്കിൽ അവന്റെ ആ ആദ്യത്തെ മാനസികാവസ്ഥയൊക്കെ മാറി നല്ലൊരു അലീനയ്ക്ക് നല്ലൊരു അനുജനായിട്ട് മാറുകയോ ചെയ്യാട്ടോ. ആ വീട്ടിലെ ബാക്കിയുള്ളവരൊക്കെ അലീനയെ കുറ്റപ്പെടുത്തുമ്പോൾ അപ്പോഴേക്കൊക്കെ നമ്മൾ വൈജയന്തി തിരിച്ച് എത്തിയിട്ടുണ്ടായിരിക്കും കേട്ടോ. വൈജയന്തി വാടക വീട്ടിലേക്കാണ് പോകുന്നത് എന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും തിരിച്ച് നെടുമുരയ്ക്കൽ വീട്ടിലേക്ക് തന്നെ വൈജയന്തി തിരിച്ചെത്തുന്നുണ്ട്. അങ്ങനെ അപ്പൊ വൈജയന്തിയോട് കൂടി അലീനയ്ക്ക് വേണ്ടി സംസാരിക്കുകയും വൈജയന്തിനെ എതിർക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ രോഹിത്. അപ്പൊ ഇതൊക്കെ വരാൻ പോകുന്ന എപ്പിസോഡാണ്. രോഹിത് ആത്മഹത്യക്ക് ശ്രമിക്കുന്നുണ്ട്. അവിടുന്ന് രോഹിത്തിനെ രക്ഷിക്കുന്നത് അലീനയായിരിക്കും. അങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന രോഹിത്തിനോട് ബാലചന്ദ്രൻ സത്യങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ട്. തന്റെ സഹോദരിയാണ് അലീന എന്ന് തിരിച്ചറിയുമ്പോൾ അലീനയെ കൂടുതൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് രോഹിത്. താൻ ചെയ്ത തെറ്റുകൾക്കൊക്കെ എണ്ണി അലീനയോട് മാപ്പ് പറയുന്നുണ്ട്. തനിക്ക് ചെയ്തു തന്ന ഉപകാരങ്ങൾക്ക് നന്ദി പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ വരാൻ പോകുന്ന എപ്പിസോഡാണ്. വീഡിയോ ഇഷ്ടമാണെന്ന് എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്